ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രേഡിംഗ് ഹാളാണ് പണിയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എത്രത്തോളം ഇന്നത്തെ ട്രേഡിംഗ് ഹാളിൻ്റെ ബിൽഡ് ഫുള്ളാവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ കാണുന്ന നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ ഒരു തുടക്കം ഇട്ട് വെച്ചാൽ ഞാനൊരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ട്രേഡിംഗ് ഹാൾ പണിയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 10 വില്ലേജർ ഇപ്പോൾ കയറാനുള്ളൊരു സ്ലോട്ട് ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലത്തെ ഒരു ലെയറും കൂടിയും വരും. അത് നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ കാണാം, നിങ്ങൾക്ക് ഒക്കെ കാണാം. പിന്നെ അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും വരും, അതുപോലെ തന്നെ ഈ ഭാഗത്തും വരും. അങ്ങനെ 3 ഭാഗത്തായിട്ട് ടോട്ടൽ 60 വില്ലേജേഴ്സാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളത്. അതായത് ഒരു സൈഡ് 20 വില്ലേജേഴ്സ്, അതായത് 2 ലെയറായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ 3 ഭാഗത്തും അതുപോലെ തന്നെ വരുമ്പോൾ 60 വില്ലേജ്. ഞാൻ നമ്മുടെ ബിൽഡിൻ്റെ ചെറിയൊരു ടൈം ലാപ്സ് ഇട്ടുതരാം, നിങ്ങളേതെങ്കിലും അതൊക്കെ കണ്ട് ചില്ലായിട്ട് പോകാം. നമ്മുടെ ബ്ലോക്കൊന്നും തികയാത്തത് കൊണ്ട് തന്നെ ഞാൻ ബിൽഡ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഈ ഫിൽ ടച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ പണിയാണ്. കോബിൾ സ്റ്റോൺ പൊട്ടിച്ചെടുത്ത് നമുക്കത് സ്മെൽറ്റ് ചെയ്തിട്ട് വേണം. നമ്മുടെ ലാവ മൊത്തം ഇപ്പോൾ കഴിയും മിക്കവാറും. ഇത് തികയുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും നോക്കട്ടെ, ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം. നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചതിന് ബാക്കിയുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും സ്മെൽറ്റ് ചെയ്യാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തോന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് പോയി നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ ബാക്കി. ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാനുള്ളത്. ഫുള്ളായിട്ട് ഇതിലൊന്നും കാണുന്നില്ല. ഫുള്ളായിട്ടുള്ളൊരു ഇത് ഫുൾ കളക്ട് ചെയ്യാതെ നമ്മൾ ബിൽഡ് ചെയ്യാൻ നിന്നുള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് ഒട്ടിച്ചൊരു ഇതാക്കാം. ഒറ്റ ബ്ലോക്ക് പോലും അതില്ല കേട്ടോ. എന്തായാലും ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് ഒട്ടിച്ചിട്ട് ബാക്കി ബിൽഡ് പണിയാൻ പറ്റുമോ നോക്കട്ടെ. ഇതുകൊണ്ട് സോംബിയൊക്കെ എടാ, ഞാനിവിടെ ലൈറ്റ് വയ്ക്കാൻ മറന്നു പോകുന്നതിന്. അയ്യോ, വില്ലേജേഴ്സൊക്കെ ചത്താവോ? അല്ല, ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടൊരു സ്കെൽറ്റനും ഇവിടെ വാ. ഓമനെ നമ്മളെ കണ്ടില്ല പോകുന്നതിന്. എന്തിനാണാവോ? അതുകൊണ്ട് ഒരു സോംബി ഉണ്ടായിരുന്നല്ലോ, ചത്തോ? ഇതിൻ്റെ പണി തീരും മുമ്പ് നമ്മുടെ പണി മിക്കവാറും തീരും. അയ്യോ, ഞാൻ ഇരുന്ന് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ റൂഫും കൂടി സെറ്റാക്കാനുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് ഇതുവരെയാണ് ഞാൻ പണിഞ്ഞ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ബ്ലോക്ക് പിന്നെയും കഴിഞ്ഞു. ഇനി അതുകൊണ്ട് ഇത്രയും ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂഫ് എങ്ങനെ പണിയണം എന്ന് ആലോചിക്കാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഞാനവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും ഏരിയ പണിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഇത് പോയി. നമ്മൾ ഇത്രയും വലിയ ട്രേഡിംഗ് ഹാളൊന്നും പണിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുത്തിയിരുന്ന് പണിയുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ട് ഇതൊക്കെ പൊട്ടിച്ച് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുവയ്ക്കണം. പിന്നെ ആ സൈഡിൽ കൂടെയാണ് നമുക്ക് വില്ലേജസിനെ കയറ്റേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ള് പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ട് സെറ്റാക്കിയിടാം.
ഞാൻ മിക്കവാറും ഇപ്പോൾ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് സിൽക്ക് ടച്ചാണ് വേണ്ടത്. അപ്പോൾ സിൽക്ക് ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പൊട്ടിക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവനെ ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഗോൾഡൻ ക്യാരറ്റും കിട്ടും. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഒക്കെ സെറ്റാക്കണം. ഞാനിപ്പോൾ ഒരു ഡയമണ്ട് പിക്കാക്സ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാമല്ലോ പറഞ്ഞവർ. ഡയമണ്ട് ഉണ്ട് കയ്യിൽ. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എൻചാൻറ്റിങ് ടേബിളിൽ വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നില്ലേ. പംകിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എമറാൾഡ് കിട്ടും. ഓക്കെ, നമുക്ക് കുറച്ച് ബുക്ക് ഷെൽഫ് വാങ്ങാം അവിടെ നിന്ന്. ബുക്ക് ഷെൽഫ് വാങ്ങാൻ 9 എമറാൾഡ് കൊടുത്താൽ ഒരു ബുക്ക് ഷെൽഫാണ്. അപ്പോൾ പിന്നെ നമ്മളടുത്ത് ആകെ 11 ഉള്ളൂ. അതെന്താണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു ബുക്ക് ഷെൽഫും കുറച്ച് ബുക്ക് ഷെൽഫും വേണം. ഓക്കെ, നമുക്കതുകൊണ്ട് ഉമ്മാരെയൊക്കെ പിടിച്ചിതാക്കണം. ഉമ്മാരെ പിടിച്ച് നമുക്ക് മറ്റേ അയണ് കൊടുത്താൽ എമറാൾഡ് കിട്ടുന്ന പരിപാടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ഇവനെ ഫുള്ളായിട്ട് വാങ്ങല്ലേ. ഓക്കെ, ഇവൻ്റെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു വെയിറ്റ് ചെയ്ത് നോക്കാം അവൻ അയൺ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ മറ്റേ സാധനമൊക്കെ കാണുന്നില്ലേ. യെസ്, എമറാൾഡ് ഒപ്പിക്കാൻ നമുക്കിനി അയൺ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അയൺ ഫാമിൽ പോയിട്ട് നമ്മുടെ അയൺ ഫുള്ള് എടുത്ത് കൊണ്ടുവരണം. കുറച്ച് അയൺ കൊണ്ടുവന്ന് ഇവൻ്റെ കൊടുത്ത് കുറച്ച് എമറാൾഡ് ഒപ്പിക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ബുക്ക് ഷെൽഫ് വാങ്ങിയിട്ട് എൻചാൻറ്റിങ് ടേബിളിൽ വെച്ചിട്ട് തന്നെ ഒരു സിൽക്ക് ടച്ചിൻ്റെ പിക്കാക്സ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇതിലും കുറച്ച് എമറാൾഡ് കിടക്കണ്ടല്ലോ. പിന്നെ കൊണ്ട് നമുക്ക് അയൺ ഫാം പോയിട്ട് കുറച്ച് അയൺ കൊണ്ടുവരാം. നമ്മുടെ കയ്യിലുള്ള കുറച്ച് അയൺ കൂടെ കൊടുക്കല്ലേ. ഓക്കെ, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 14 ഇത് കിട്ടിയിട്ടുണ്ട് എമറാൾഡ് ടോട്ടൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അയൺ കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ അയൺ ഫാമത്തെ കുറച്ച് അയൺ നമ്മൾ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഇത് കൊണ്ടുപോയിട്ട് അവന്മാർക്ക് കൊടുത്തത് എമറാൾഡ് ആക്കാം. നമുക്ക് ഇത്ര തന്നെ മതിയാവും. കുറച്ചതിലിരുന്നോട്ട് നമുക്ക് ആവശ്യം വരും പണിയാൻ, എന്തെങ്കിലുമൊക്കെ പണിയാൻ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഒരു വില്ലേജറിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഈ ബോട്ട് എടുത്തിട്ട് പോകാം, നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റിലായിട്ട് എത്തും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു വില്ലേജറിനെ ഞാൻ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് എത്തിക്കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഏതെങ്കിലും പോയിട്ട് ഇത് സെറ്റാക്കാം. അതുകൊണ്ട് അയണ് ഓക്കെ, നമുക്ക് കുറച്ച് ബുക്ക് ഷെൽഫ് ഫസ്റ്റ് വാങ്ങാം. നമ്മുടെ കയ്യിൽ വെച്ച് ഒന്നും വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ വരാം. നമുക്ക് കുറച്ച് എമറാൾഡ് ഒപ്പിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. നമുക്ക് ടൂൾസും പറഞ്ഞ പോലെ മരേന്നാണല്ലോ കിട്ടുക. ഞാൻ മറന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിക്കാക്സ് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം, കുറച്ച് എമറാൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവൻ്റെ കയ്യിൽ തീർന്നു. സെറ്റ്. ഷവലും ആക്സും നമുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. അത് മാക്സിമം ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിക്കാക്സും അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും തോന്നുന്നു. നമുക്ക് കൊണ്ട് കുറച്ച് ഇതും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഇവനും കുറച്ച് അയൺ കൊടുക്കാം നമുക്ക്. ഈ ഷവലൊക്കെ ഇതുകൊണ്ട് ഇതിലോട്ട് പോട്ടെ. ഇനി നമുക്ക് കുറച്ച് അയൺ അവന് കൊടുത്തിട്ട് അവൻ്റെ നിന്ന് കുറച്ച് എമറാൾഡ് വാങ്ങാം. അവനായില്ലേ. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അവൻ്റെ നിന്നും കുറച്ച് എമറാൾഡ് വാങ്ങി. ഇവൻ്റെ ഇതായിട്ടില്ല. ഓക്കെ, ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ടൂൾസ് വാങ്ങാൻ പറ്റും. ഇനി ഇപ്പുറത്തുള്ളവനും കൂടി ആക്കാമായിരുന്നില്ല നമുക്ക്. നോട്ടെ, നമുക്ക് ഇപ്പോൾ എത്ര ഇത് വാങ്ങാൻ പറ്റുമോ. ബുക്ക് ഷെൽഫ് നമുക്ക് അധികം വാങ്ങാൻ പറ്റില്ല, അതാണ് ഇപ്പോൾ പ്രശ്നം. നമുക്ക് കുറച്ച് എമറാൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ഷെൽഫ് വാങ്ങായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ആ സിവിൽ ടച്ചിൻ്റെ പിക്കാക്സ് അവിടെ ഇരുന്നിട്ട് ഒപ്പിക്കാം. അത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. നമ്മുടെ XP കഴിയുന്നവരെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് വെച്ചിട്ട് എത്ര ബുക്ക് ഷെൽഫ് കിട്ടും? ഓക്കെ, 2 ബുക്ക് ഷെൽഫ് ആയിട്ടുള്ളൂ. മിക്കവാറും നമ്മൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ബുക്ക് ഷെൽഫ്. പേപ്പർ കൊടുത്താൽ നമുക്ക് എമറാൾഡ് കിട്ടുമല്ലോ പറഞ്ഞാൽ. നമുക്ക് കുറച്ച് പേപ്പർ കൊണ്ടുവന്നിട്ട് കൊടുത്ത് എമറാൾഡ് ആക്കണം. ഇവൻ്റെ നിന്ന് കുറച്ച് ഇത് വാങ്ങേണ്ടി വരും മിക്കവാറും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഇത് വാങ്ങിയിട്ട് കുറച്ച് ഇനി ഇവൻ്റെത് കഴിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഈ ഒരുത്തിന് ഞാൻ എന്തെങ്കിലും മാക്സിമം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊരു പിക്കാക്സും ഷവലും സോഡും ഒക്കെ തരുന്നുണ്ടാവാൻ. ആക്സും ഓയൊക്കെയാണ്. സോഡ് വേനല്ല മറന്നുപോയി. ഓക്കെ, അതൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബുക്ക് ഷെൽഫ് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഒരു എൻചാൻറ്റിങ് ടേബിളും വെച്ച് നമ്മുടെ പിക്കാക്സ് സെറ്റാക്കാൻ നോക്കാം. പിക്കാക്സ് ഞാൻ ഡയമണ്ട് നമ്മുടെ കയ്യിലുള്ള വെച്ച് തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് ഇപ്പോൾ. എടേ മെൻറ്റിങ്ങും തരുന്നുണ്ട്. പൊളിച്ച് നമുക്കൊരു മെൻറ്റിങ്ങും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പിക്കാക്സിലോട്ട് മെൻറ്റിങ്ങും ഇട്ട് കഴിഞ്ഞാൽ
സെറ്റായിരിക്കും. നമുക്ക് കുറച്ച് എമറാൾഡ് വേണം, 29 എമറാൾഡ് എങ്ങാണ്ട് വേണം. നമ്മളടുത്ത് 6 ഓക്കെ. നമ്മൾ കുറച്ചുകൂടി എമറാൾഡ് ഒപ്പിച്ചിട്ട് കുറച്ച് അയൺ കൊണ്ടുവന്ന് തന്നെ ട്രേഡ് ചെയ്താൽ പോരെ പറഞ്ഞ പോലെ. ഞാൻ നോക്കട്ടെ, ഞാൻ ഏതെങ്കിലും അതും കൂടി നോക്കിയിട്ട് നമുക്ക് മെൻഡിങ്ങും കൂടി നമ്മുടെ പിക്കാക്സിലോട്ട് ഇടാം. ഞാനിപ്പോൾ പോയിട്ട് എന്തായാലും ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഒരു എൻചാൻറ്റിങ് ടേബിൾ, ഒരു പിക്കാക്സ്, എൻചാൻറ്റിങ് റൂം സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു പിക്കാക്സ് ഇതിലോട്ട് വെച്ച് കുറച്ച് ലാപ്പിസും ഇതിലോട്ട് എടുത്ത് വെച്ച് നോക്കാം. ഒന്നുമില്ല. ഓക്കെ, അതിലൊരു എഫിഷ്യൻസി 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിൽ ടച്ചാണ് വേണ്ടത്. അതുകൊണ്ട് എവിടെ പോയി ഈ സാധനത്തിലോട്ടിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടി കൊണ്ട് എൻജോയ് ചെയ്യാം. നമ്മുടെ എക്സ്പി മൊത്തം മിക്കവാറും കഴിയും ഈ കണക്കിന് പോയാൽ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സിൽ ടച്ച് കിട്ടിയ സെറ്റായിരുന്നു. വീണ്ടും എഫിഷ്യൻസി 2 തന്നെയാണല്ലോ. നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് മാറി വരുമല്ലോ ഓരോ എൻജോയിൻറ്റിങ്ങും ചെയ്യുമ്പോൾ. അത് മാറി വരുന്നുണ്ട് ഒരു സാധാരണ. ഒന്നുകൂടി നോക്കാം നമുക്ക്. എഫിഷ്യൻസി 2 തന്നെയാണല്ലോ. നമുക്ക് മുകളിലുള്ള ഏതെങ്കിലും നോക്കാം. അതുകൊണ്ട് രണ്ടാമത്തെ അടിച്ച് നോക്കാം. ഓക്കെ, എഫിഷ്യൻസി 1 അൺബ്രേക്കിംഗ് 1 രണ്ടും നമുക്ക് വേണ്ട. അതൊക്കെ നമുക്ക് പിന്നെ സെറ്റാക്കാം. അതിനൊക്കെ നമ്മൾ വില്ലേജേഴ്സിൻ്റെ നിന്ന് ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് ഇനി നമുക്കിതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ എഫിഷ്യൻസി 2 അൺബ്രേക്കിംഗ് 1 അതും നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സെൽ ടച്ച് കിട്ടുന്ന വരെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സ്മെൽറ്റ് ചെയ്ത് ഉപ്പാട് ഇളകിയിട്ടുണ്ട്. സെൽ ടച്ച് കിട്ടി. അങ്ങനെ എത്ര പെട്ടെന്ന് കിട്ടിയോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഏതെങ്കിലും പൊളിച്ച് നമുക്ക് ഏതായാലും ഇനി നമുക്ക് സ്മെൽറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് സ്മെൽറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ട്? ഓക്കെ, സ്റ്റോൺ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്മെൽറ്റ് ആവണതായിട്ടിരുന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ. ഇനി നമുക്കൊരു ബാക്കി ബിൽഡും കൂടിയും ചെയ്യണമല്ലേ. ബാക്കി ബിൽഡും കൂടി ചെയ്യാനുള്ള സ്റ്റോൺ ഇതുകൊണ്ട് തികയോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. നമുക്ക് ബിൽഡ് ഭയങ്കര ലാഗാണ് കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് കുറേ സാധനങ്ങളില്ല. നമ്മൾ ഓരോ സാധനങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റോണും കാര്യങ്ങളൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കും, പോയി ബിൽഡ് ചെയ്യും, പിന്നെ തിരിച്ചു വന്ന് എടുക്കണം, എന്നിട്ട് പിന്നെ രണ്ടാമത് പോയിട്ട് പിന്നെ ബിൽഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഈ ഒരു ട്രാപ്പ് ഡോറും കൂടിയും വയ്ക്കുന്ന പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിൽഡ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഒരു പരിധി വരെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. കാരണം അതിൻ്റെ റൂഫും കൂടി നമുക്ക് പണിയാനുള്ളത്. അപ്പോൾ റൂഫ് എങ്ങനെ പണിയണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ട്രാപ്പ് ഡോർ തികയാൻ ചാൻസ് കുറവാണ്. തികയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോറും കൊണ്ടുവന്നിട്ട് അതിൻ്റെ റൂഫും പണിയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് വീഡിയോ കണ്ട് അതുപോലെ തന്നെ അല്ല, അത് വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്പയർ ആയിട്ട് അതുപോലൊരു ട്രെയിനിങ് ഹാൾ പണിയാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ റൂഫ് എങ്ങനെ പണിയണം എന്നൊന്ന് ആലോചിച്ചിട്ട് എങ്ങനെ പണിയണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ റൂഫും കൂടി പണിയും. ഓക്കെ.